പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും യേശുനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന 2 വചനങ്ങളാണ്. ഒന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ സുഭാഷിതങ്ങൾ 10:22. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതം, ഈ വചനം കേൾക്കുന്ന ചിലരുടെ ജീവിതം കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയായിരിക്കാം. എന്തിനും ഏതിനും കടം വാങ്ങേണ്ടി വരികയും നമുക്ക് പല രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം. ചിലർക്ക് നല്ല കാലമുണ്ടാകാം. ഇപ്പം നമ്മുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ മാറുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇന്ന് മുതൽ നമുക്കതിനായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ വചനം ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് വിശ്വസിക്കുക. ഇന്ന് മുതൽ ഞാനും ഈ വചനം ഏറ്റെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഞാൻ ഇടയ്ക്കൊക്കെ ചൊല്ലുന്നതാണ്, ഞാൻ തീർച്ചയായും തുടർച്ചയായി ചൊല്ലി പ്രാർത്ഥിച്ച് ഈ വചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് ഈ വചനം കേൾക്കുന്നവർ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി 22:17 വചനത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. ഈ വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ. ആമേൻ.